നമുക്ക് സെക്സ് ചക്രയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. സെക്സ് ചക്ര നമ്മുടെ പ്യൂബിക് ബോണിൻ്റെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ലൈംഗിക അവയവത്തിൻ്റെ നേരെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ധർമ്മം റെഗുലേറ്റ് ചെയ്ത്, സെക്സ് എനർജിയെ റെഗുലേറ്റ് ചെയ്ത് ട്രാൻസ്മ്യൂട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈംഗികമായ ഊർജം പൂർണ്ണമായും ലൈംഗികതയ്ക്ക് മാത്രം ഉപയോഗിക്കാതെ അത് സ്പിരിച്വൽ എനർജിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. ട്രാൻസ്മ്യൂട്ട് ചെയ്തുകൊണ്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് അത് മുകളിലേക്ക്, ക്രൗണിലേക്ക് കടത്തി വിടാം. അതാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സെക്സ് എനർജി ലൈംഗികതയ്ക്ക് ഉപയോഗിക്കാതെ അത് ഈശ്വരീയതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അത് ട്രാൻസ്മ്യൂട്ട് ചെയ്തു പോകുന്നു. അത് ലൈംഗികതയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തന്നെ മുകളിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്തു പോകുന്നു. മറിച്ച് മറ്റേ ചക്രങ്ങൾ, നേവൽ ചക്ര, സോളാർ പ്ലെക്സസ് ഒക്കെ അഴുക്ക് പിടിച്ചതാണെങ്കിൽ അതിന് തന്നെ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇത് പരിശീലനങ്ങൾ കൊണ്ട്, പ്രാണായാമങ്ങൾ കൊണ്ട്, വ്യായാമങ്ങൾ കൊണ്ട്, ക്ലീനിങ് ഓഫ് എനർജി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ മറ്റുള്ള ചക്രങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചാലേ സെക്സ് എനർജിക്ക് അവിടെ സപ്രസ് ചെയ്ത് അവിടെ കൺജസ്റ്റഡ് ആയിട്ട് നിന്ന് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് അത് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്യൂബിക് ഏരിയയിൽ അത് നിൽക്കുകയാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതിനോട് ബന്ധപ്പെട്ടുള്ള അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സെക്സ് ചക്ര നിലനിൽക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാത്രം, പുരുഷന്മാർക്കാണെങ്കിൽ എസ്പെഷ്യലി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു. സെക്സ് ചക്ര കാലുകൾക്കുള്ള ശക്തി കൊടുക്കുന്നതും കൂടെയാണ്. ക്രിയേറ്റീവ് ഫോഴ്സാണ്. ക്രിയേഷൻ, ലോവർ ക്രിയേറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്സ് ചക്ര. നമുക്ക് എന്തെങ്കിലും നിർമ്മിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനൊക്കെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള പവർ നമുക്ക് ആവശ്യമാണ്. അത് തരുന്നത് സെക്സ് ചക്രയാണ്. ഫിസിക്കൽ വൈറ്റാലിറ്റി തരുന്നു. ഫിസിക്കലി നമുക്ക് നല്ല എനർജി, സന്തോഷമുള്ളൊരു എനർജി തരാൻ സെക്സ് ചക്രയുടെ ഊർജം സഹായിക്കുന്നു. അത് ലൈംഗികതയ്ക്ക് പൂർണ്ണമായി അത് ലൈംഗികതയ്ക്ക് ഉപയോഗിക്കാതെ അത് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിന് സന്തോഷം തരുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നു, സ്നേഹം ഉണ്ടാക്കുന്നു. സെക്സ് ഈസ് നോട്ട് സപ്രഷൻ. സെക്സ് എനർജി നാച്ചുറലാണ്. അതിനെ സപ്രസ് ചെയ്യരുത്. അത് മുകളിലേക്ക് കടന്നു പോകാൻ അനുവദിക്കണം. ലൈംഗികതയുടെ ആവശ്യം കഴിയുമ്പോൾ പിന്നീട് എപ്പോഴും ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ അത് മുകളിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യാനും അനുവദിക്കേണ്ടതുണ്ട്. റെഗുലേറ്റ് ചെയ്ത് അതിനെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാൽ സെക്സ് എനർജി ടു ലവ് എനർജി. ഈ സെക്സ് എനർജി നമുക്ക് സ്നേഹത്തിൻ്റെ എനർജിയാക്കി മാറ്റാനായിട്ട് പറ്റും. അതിനെ ഡിസയർ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ടെൻഡർനെസ്, മറ്റുള്ളവരോട് വളരെ കരുണയോടും ടെൻഡറായിട്ടും ബിഹേവ് ചെയ്യാൻ നമുക്ക് ശക്തി തരും സെക്സ് എനർജി. നമുക്ക് പാഷൻ ഉണ്ടാവും. സ്വീറ്റായിട്ട് ബിഹേവ് ചെയ്യാനും സ്വീറ്റായിട്ട് നമുക്ക് നിലകൊള്ളാനും സെക്സ് എനർജി സഹായിക്കും. സെക്സ് എനർജി വീക്കാണെങ്കിലോ നമുക്ക് വൈറ്റാലിറ്റി കുറഞ്ഞിരിക്കും. നമ്മളുടെ എനർജി ലെവല് വളരെ ഡിപ്ലീറ്റ് ആയിട്ടിരിക്കും. സെക്സ് എനർജി ആവശ്യമുള്ളതാണ്. ഇമോഷണൽ ഇംബാലൻസുകൾ ഉണ്ടാവും. സെക്സ് എനർജി വീക്കാണെങ്കിൽ ഇമോഷണലി നമ്മൾ വീക്കായിരിക്കും.
ഇമോഷണൽ ക്ലൗഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ കോൾഡ്നെസ് ഉണ്ടായിരിക്കും, നമുക്കൊരു ഫ്രീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കും. ഇഫ് റെഗുലേറ്റഡ് സ്ട്രോങ് വിൽ, നാം സെക്സ് എനർജിയെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ സ്ട്രോങ് വില്ല് നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് പവർ, ലോവർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് നമുക്ക് ലഭ്യമാക്കും സെക്സ് ചക്ര. ലീഡ് അസ് നോട്ട് ടെംപ്റ്റേഷൻ, അവോയ്ഡ് എക്സസ്, അവോയ്ഡ് അഡിക്ഷൻ ആൻഡ് അവോയ്ഡ് മിസ്യൂസ് ഓഫ് എനർജി. അതാണ് ലീഡ് അസ് നോട്ട് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. വെൻ എക്സസീവ് അഡിക്ഷൻ ഉണ്ടാകും, സെക്സ് എനർജി അധികമായിട്ട് അവിടെ സെക്സ് എനർജി സെൻറ്ററിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കും, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ലോസ് ഓഫ് ഫോക്കസ്, കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. എനർജി, സെക്സ് എനർജി കൂടുതലായിട്ട് അവിടെ സപ്രസ് ചെയ്ത് നിലനിർത്തുകയാണെങ്കിൽ സെക്സ് എനർജിയെ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് വല്ല ഗുണപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് മാറ്റാം. സെക്സ് എനർജി ടെൻഡർനെസ് ഉണ്ടാക്കാൻ, അതുമാതിരി തന്നെ സ്വീറ്റ്നെസ് ഉണ്ടാക്കാൻ, ലവ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നു. അതിലേക്ക് അതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ റെസ്റ്റ്ലെസ്നെസ്, ലോസ് ഓഫ് ഫോക്കസ്, അതുമാതിരി സെക്സ് അഡിക്ഷനൊക്കെ ഉണ്ടാക്കാൻ കാരണമാവും അതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. എങ്ങനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ? തന്നെ ഇത് പ്രകൃതിദത്തമായി തന്നെ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള ചക്രകളൊക്കെ ക്ലീനിങ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ സെക്സ് എനർജി അവിടെ തങ്ങി നിൽക്കാതെ അധികമായി വരുന്ന സെക്സ് എനർജി അത് തന്നെ മുകളിലേക്ക് ക്രമാനുഗതമായി ഉയർന്ന് നമ്മുടെ ക്രൗണിലേക്ക് എത്തുന്നു. ക്രൗണിലേക്ക് എത്തുമ്പോൾ ഈശ്വരീയമായ സ്നേഹം, മാനുഷികമായ സ്നേഹത്തിൻ്റെ മൂല്യത്തോടു കൂടി നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റുന്നു. സ്നേഹവും കാരുണ്യവും നമ്മിൽ പ്രകടമാകുന്നു. സെക്ഷുവാലിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ്. സെക്ഷൽ എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ കുലത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. നാം ഇവിടെ വിചിന്തനം ചെയ്യുന്നത് മനുഷ്യന് ആയിട്ട് ബന്ധപ്പെട്ട സെക്സ് എനർജിയാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ. നമ്മളത് നേച്ചുറലായിട്ട് മനസ്സിലാക്കണം. അത് കൂടുതലായിട്ട് സെക്സ് എനർജി നമ്മളിൽ ഉണ്ടായി വരുമ്പോൾ അതിനെക്കുറിച്ച് ഫിയറോട് കൂടിയിട്ടോ അത് മോശമാണെന്നോ ചിന്തിക്കുന്ന തലത്തിലേക്കല്ല പോകേണ്ടത്. അങ്ങനെ ഒരു പാരമ്പര്യം നിലവിലുണ്ട്. സെക്സ് എനർജി ഈസ് നോട്ട് ഗുഡ്. സെക്സ് എനർജി ഈസ് വെരി നേച്ചുറൽ. ഇറ്റ് ഈസ് വെരി ഹെൽത്തി ഓൾസോ. അത് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ബട്ട് ലൈക്ക് ഫയർ, സെക്സ് എനർജി തീ പോലെയാണ് എന്ന് പറയും. ഇറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ്. നമ്മളതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. സെക്സ് എനർജി വളരെ പവർഫുള്ളാണ്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ്, നോട്ട് സപ്രസ്ഡ്. അതിനെ അടക്കി വയ്ക്കല്ല, അതിനെ റെഗുലേറ്റ് ചെയ്യുക. അത് ക്രൗഡിലേക്ക് കടന്നു പോകാനായിട്ട് മറ്റുള്ള ചക്രകളിലേക്ക്, മറ്റുള്ള ചക്രകളുടെ സുസജ്ജമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിക്കുക. This energy becomes love. Sex energy becomes love, tenderness, sweetness and spiritual strength. അതാണ് സെക്സ് എനർജി മുകളിലേക്ക് ക്രൗണിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരുന്നത് കാണാം. നാം കൂടുതൽ ഡിവൈനിറ്റിയുമായി ബന്ധപ്പെടുകയും ക്രമാനുഗതമായ സ്വഭാവ രൂപീകരണത്തിലേക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും ടെൻഡർനെസ്സിലേക്കൊക്കെ നാം കടന്നു വരുന്നതായി നമുക്ക് കാണാം. നമുക്കൊരു ചാൻറ്റിങ് ചെയ്യാം. ഈ ചാൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്സ് എനർജി ട്രാൻസ്മ്യൂട്ട് ചെയ്ത് നമ്മിൽ ഉയർന്നു വരുന്ന അധികരിച്ച് നിൽക്കുന്ന ഊർജത്തെ നമുക്ക് ഗുണപരമായി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, ഇങ്ങനെ ഒരു
ഇൻവോക്കേഷൻ നമുക്ക് ചെയ്യാം. ഐ ആം അവെയർ ഓഫ് മൈ ക്രിയേറ്റീവ് എനർജി, my sexual energy is natural and sacred. സെക്സ് എനർജി വളരെ സാധാരണമാണ്, പ്രകൃതിദത്തമാണ്, പക്ഷെ അത് ദൈവികവും സാക്രഡാണ്, വളരെ പുരോഗമിക്കപ്പെട്ട ദൈവിക തലവുമായി ബന്ധപ്പെട്ടതാണ്. ഐ റെഗുലേറ്റ് മൈ എനർജി വിത്ത് വിസ്ഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ഈ ഊർജത്തെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ വിസ്ഡത്തിന്, അറിവിനും എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കും വേണ്ടി അത് ഉപയോഗിക്കും. ഐ എം നോട്ട് കൺട്രോൾഡ് ബൈ ടെംപ്റ്റേഷൻ. ഒരിക്കലും ടെംപ്റ്റേഷനാൽ കൺട്രോൾ ചെയ്യപ്പെടില്ല. മൈ സെക്സ് എനർജി വിത്ത് വിസ്ഡം and responsibility. I am not controlled by temptation. I am guided by higher awareness. My sexual energy is transformed into love. My passion becomes sweetness. My energy becomes creativity. My passion becomes sweetness. My energy becomes creativity. I am balanced and I am disciplined and I am strong. ഇങ്ങനെ ചാൻഡ് ചെയ്താലും സെക്സ് എനർജി അത് കൃത്യമായ അതിൻ്റെ ചാനലുകളിൽ കൂടെ, എനർജി ചാനലുകളിൽ കൂടെ മറ്റുള്ള വ്യത്യസ്തമായ ചക്രങ്ങളിൽ ചെന്ന് അത് റെഗുലേറ്റ് ചെയ്യപ്പെട്ട് എസ്പെഷ്യലി ക്രൗൺ ചക്രയിലേക്ക് ഉയർത്തപ്പെടുകയും നമ്മുടെ സ്പിരിച്വൽ പാത്ത് കൂടുതൽ സുഗമമാവുകയും ചെയ്യും. സെക്സ് ഈസ് നേച്ചുറൽ. Sex is a power, that creative power. Sex is turned to love. Sex is turned to sweetness. Sex is turned to spiritual power.